കാര്യമായ വിദ്യാഭ്യാസമില്ല, 10ാം ക്ലാസ്സിനപ്പുറം പോയിട്ടുമില്ല. പക്ഷേ ഏകദേശം 12,000 കോടിയുടെ വിറ്റുവരവുണ്ടാക്കി രാജ്യത്തെ വിസ്മയിപ്പിച്ച 2 പേർ. കോഴിയിറച്ചി വിറ്റ് മാത്രം കെട്ടിപ്പടുത്ത സാമ്രാജ്യം. അതിൻ്റെ പേരാണ് സുഗുണ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിലും ഗൾഫിലും മലയാളികൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന സുഗുണ ഇന്ന് ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിലായി 15,000 ഗ്രാമങ്ങളിൽ 40,000-ഓളം ഫാമുകൾ, ശ്രീലങ്ക, കെനിയ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നീണ്ട സംരംഭം. 1978-ൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയ സൗന്ദരരാജനോട് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ പിതാവ് നിർദ്ദേശിച്ചു. ആദ്യം ചെയ്തത് പച്ചക്കറി കൃഷിയായിരുന്നു. അതിൽ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കൂടാതെ സാമ്പത്തിക ബാധ്യതയും കൂടി. അപ്പോഴും എന്തെങ്കിലും സ്വന്തമായി തുടങ്ങണം എന്ന ആഗ്രഹം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. 1986 എല്ലാം മാറിമറിഞ്ഞ വർഷം. സഹോദരൻ സുന്ദരരാജനുമായി ചേർന്ന് കോയമ്പത്തൂരിൽ സൗന്ദരരാജൻ ഒരു ചെറിയ സംരംഭം ആരംഭിച്ചു. കോഴി ഫാമുകൾ പലതും തുടങ്ങുന്ന കാലമായിരുന്നു അത്. കോഴി വളർത്തലിന് വേണ്ട മെറ്റീരിയൽസ് നൽകുന്ന ഒരു ചെറിയ സ്ഥാപനം, സുഗുണ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. സംരംഭം തുടങ്ങി പെട്ടെന്ന് തന്നെ അവരൊരു കാര്യം മനസ്സിലാക്കി. പലരും തന്നെ പൗൾട്രി ഫാമിങ്ങിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന സത്യം. അതിന് കാരണം കോഴിയെ ഇടനിലക്കാർ വിൽക്കാൻ വാങ്ങും. അതിന് പണം കിട്ടാൻ കുറേ താമസിക്കും. പലിശയ്ക്ക് പണമെടുത്ത് തുടങ്ങിയ ഫാമുകൾ പലതും പലിശ കൊടുക്കാനാകാതെ പൂട്ടേണ്ടി വന്നു. സുഗുണയും ഈ സത്യം തിരിച്ചറിഞ്ഞു. കോഴി ഫാമുകൾ പൂട്ടിയാൽ പിന്നെ സുഗുണ എന്ന ബ്രാൻഡ് ഇല്ല എന്ന സത്യം. എല്ലാ സംരംഭങ്ങളും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവസാനിക്കുകയാണ് പതിവ്. പക്ഷേ ഈ സഹോദരങ്ങൾ അവരുടെ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. അപ്പോൾ വർഷം 1990 ആയിരുന്നു. സംരംഭം തുടങ്ങി 4ാം വർഷം. കച്ചവടം അവസാനിപ്പിക്കാൻ നിന്ന കർഷകരോട് സുന്ദരരാജനും സൗന്ദരരാജനും ഒരാശയം പങ്കുവച്ചു. കോഴി ഫാമിലേക്കുള്ള കോഴി കുഞ്ഞുങ്ങളെയും മരുന്നും തീറ്റയും ഞങ്ങൾ തരാം. പക്ഷേ കോഴിയെ വളർത്തി തിരികെ ഏൽപ്പിക്കണം. ഇടനിലക്കാർ നൽകുന്നതിനേക്കാൾ മികച്ച ലാഭവും ഞങ്ങൾ തരാം. എല്ലാ കർഷകരും തന്നെ ഈ കാര്യത്തോട് വിസമ്മതിച്ചു. എന്നാൽ 3 കർഷകർ ഇവരോട് കൂടെ നിന്നു. ഫാമുകൾ പൂട്ടുന്നതിന് മുമ്പ് ഒരു പരീക്ഷണം നടത്താമെന്ന് അവരും വിചാരിച്ചു. ആദ്യ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ 3 കർഷകരും ആത്മഹത്യ ചെയ്തിട്ടില്ല. എന്നാൽ ഫാമിലെ കോഴികളുടെ എണ്ണം കൂടിയിട്ടുമുണ്ട്. നാട്ടുകാരുടെ പരിഹാസച്ചിരി പതിയെ മാറി തുടങ്ങി. കടത്തിൽ മുങ്ങിയ കർഷകർക്ക് ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരി അവരുടെ മുഖത്ത് വിരിഞ്ഞു തുടങ്ങി. വർഷം 1997. പുതിയ പ്ലാൻ തുടങ്ങിയിട്ട് 7 വർഷം. ഒപ്പം കൂടിയ കർഷകർ 3-ൽ നിന്ന് 50 എണ്ണമായി മാറി. കോയമ്പത്തൂരിൽ സംരംഭം തുടങ്ങിയ സുന്ദരരാജനും സൗന്ദരരാജനും കണക്ക് നോക്കി അവർ ഞെട്ടിപ്പോയി. 7 കോടി രൂപയുടെ വിറ്റുവരവ്. ഒപ്പം കൂടിയ കർഷകർക്ക് അവരുടെ സാമ്പത്തിക ബാധ്യതയെല്ലാം തീർക്കാനും കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും അവർക്ക് സാധിച്ചിരിക്കുന്നു. അവരുടെ പെൺമക്കളെ നല്ല രീതിയിൽ കെട്ടിച്ചയച്ചിരിക്കുന്നു. 1990കളുടെ അവസാനം, അതെ, ആ വിറ്റുവരവ് 100 കോടിയും കടന്നു. കോഴി കച്ചവടത്തിൽ നിന്ന് കോടികൾ കൊയ്യുന്ന അത്ഭുതകരമായ സംരംഭകത്വം. കേവലം 5,000 രൂപ മാത്രമായിരുന്നു 90കളിൽ ഇവർ കോഴി കച്ചവടത്തിനായി മുതൽ മുടക്കിയത്. ആ സമയത്ത് ആത്മവിശ്വാസം മാത്രമായിരുന്നു ഇവരുടെ മുതൽക്കൂട്ട്. കൃത്യസമയത്തെടുത്ത ശക്തമായ തീരുമാനങ്ങളായിരുന്നു കേവലം 5,000 രൂപയിൽ തുടങ്ങിയ സംരംഭകത്തെ കോടികളിലേക്ക് എത്തിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത 2 ചെറുപ്പക്കാർ, തമിഴല്ലാതെ മറ്റൊരു ഭാഷയും അറിയാത്തവർ. അവർ സ്വയം വളർന്നു. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ മനം നൊന്ത കർഷകർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. ഇന്ന് രാജ്യത്ത് 18 സംസ്ഥാനങ്ങളിൽ 15,000 ഗ്രാമങ്ങളിൽ 40,000-ഓളം ഫാമുകളിൽ ലക്ഷക്കണക്കിന് കർഷകരാണ് സുഗുണയുടെ ബിസിനസ്സിൽ പങ്കാളികൾ. കൂടാതെ കെനിയ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഈ സംരംഭം പന്തലിച്ച് നിൽക്കുന്നു. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഡയറി പ്രൊഡക്റ്റുകൾ, ഫിനാൻസ്, പൗൾട്രി കന്നുകാലികൾക്കുള്ള മരുന്ന് നിർമ്മാണം, കോഴി കന്നുകാലിത്തീറ്റ എന്നിവയുടെ പ്രൊഡക്ഷൻ, ഇങ്ങനെ സുഗുണ അവരുടെ സംരംഭകത്വം വൈവിധ്യവൽക്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിലും കോഴിക്കൃഷി ചെയ്യുന്ന എത്രയോ പേർ പല കാരണങ്ങളാൽ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. സംരംഭകത്തിലെ പരീക്ഷണ ബുദ്ധി സുന്ദരരാജനും സൗന്ദരരാജനും പരീക്ഷിച്ചിടത്താണ് അവർക്ക് വിജയം സാധ്യമായത്. വിയർക്കാനും വിശ്വാസം നേടാനും മറ്റുള്ളവരെ കൂടെ നിർത്താനും ഉള്ള തമിഴൻ്റെ കേവല ബുദ്ധി. ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിൽ ആദ്യ പങ്ക് പരിശ്രമത്തിനാണ്. പണം രണ്ടാമത്തെ കാര്യം മാത്രമാണ്. 12,000 കോടിയുടെ വിറ്റുവരവിൽ നിന്ന് ഇവർ പുതുതലമുറയോട് പറയുന്നത് ഇതാണ്.